everyone, welcome back to our channel Food and Beauty. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ അരയ്ക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ ഇഞ്ചി തൈരാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് പറ്റും. 5 മിനിറ്റ് പോലും ആവശ്യമില്ല. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ നല്ല അടിപൊളിയാണ്. ചോറിൻ്റെ കൂടെ ഈ ഒരു കറി മാത്രം മതി. നല്ല എരിവും പുളിയും രുചിയും ഒക്കെയുള്ള അടിപൊളി ഇഞ്ചി തൈരാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനൊരു ബൗൾ നിറച്ചും നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട്. കുറച്ച് പുളിയുള്ള തൈരാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ചെറിയ പുളിയൊക്കെയുള്ള നല്ല കട്ട തൈരാണ് എടുത്തു വച്ചിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് നമുക്കൊരു കഷ്ണം ഇഞ്ചി വേണം. ഒരു വലിയ കഷ്ണം ഇഞ്ചി തന്നെ ചേർത്തോളൂ കേട്ടോ. പിന്നെ വേണ്ടത് നല്ലപോലെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി തന്നെയാണ്. ഒരു ബൗളിൽ ഒരു 8 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് വട്ടത്തിൽ അരിഞ്ഞ് വെക്കണം. 2-3 മുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്, പക്ഷെ നല്ല എരിവാണ്. പിന്നെ ഇതിലേക്ക് വറുത്ത് ചേർക്കാനായിട്ട് കടുക്, വറ്റൽ മുളക് 3 എണ്ണം കട്ട് ചെയ്ത് വെച്ചത്, പിന്നെ കറിവേപ്പില. ഇത്ര മാത്രമേ നമ്മുടെ ഈ റെസിപ്പിക്ക് ആവശ്യമുള്ളൂ കേട്ടോ. എന്തായാലും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കോളൂ, ഉപകാരപ്രദമായിരിക്കും. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു തൈരും ആ ഒരു പീസ് ഇഞ്ചിയും കൂടി നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് അടിച്ചെടുക്കണം. അപ്പോൾ ഒരൊറ്റ ടൈം അടിച്ചാൽ മതി. ഇഞ്ചി നന്നായിട്ട് അരഞ്ഞും കിട്ടും, നമ്മുടെ ഈ തൈര് നല്ലപോലെ ബ്ലെൻഡായി ലൂസായി കിട്ടുകയും ചെയ്യും. അപ്പം നല്ലപോലെ ഒന്ന് അരച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പച്ചമുളകും കൂടി ചേർക്കാം കേട്ടോ, നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ. ഇനി നമുക്ക് ഒരു പാൻ വയ്ക്കാം. പാനിലേക്ക് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വറുത്തിടാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കുക. വറ്റൽമുളക്, കറിവേപ്പില, കടുക്. ഇനി നല്ല പോലെ കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഇട്ട് കൊടുക്കാം. വേറൊന്നുമല്ല, നമ്മുടെ പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒപ്പം തന്നെ ഇഞ്ചി ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നല്ല പോലെ ക്രിസ്പി ആയിട്ട് വരണം ഇഞ്ചി. അപ്പോൾ നല്ല പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ ഒരു സ്മെല്ല് വരുമല്ലോ ഇഞ്ചിയുടെ. അതിനുശേഷം വീണ്ടും ഇളക്കിക്കൊണ്ടേയിരിക്കുക. നല്ലപോലെ കിലുങ്ങുന്ന പാകം എത്താറാകുമ്പോഴേക്കും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അതുവരെ നല്ലപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. നന്നായിട്ട് ഇഞ്ചി ഇതുപോലെ ഫ്രൈ ആയി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അരച്ചു വച്ചിട്ടുള്ള തൈരും ഇഞ്ചിയും കൂടിയുള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഇഞ്ചി തൈര് റെഡി ആയിട്ടുണ്ട്. ഉപ്പ് നല്ല പാകത്തിന് വേണം കേട്ടോ. അത്യാവശ്യം കുറച്ച് ഉപ്പ് നല്ല പോലെ വേണം. കാരണം നമ്മുടെ ഈ ഒരു തൈരിന് അത്യാവശ്യം പുളിയുണ്ട്. അതുപോലെ നല്ല എരിവും ഇഞ്ചിയുടെ സ്വാദും വേണം. അത് നിങ്ങൾ എന്തായാലും നോട്ടീസ് ചെയ്യുക. നമ്മൾ ലാസ്റ്റ് കഴിച്ച് നോക്കുന്ന സമയത്ത് എരിവോ ഇഞ്ചിയുടെ ടേസ്റ്റോ കുറവുണ്ടെങ്കിൽ ഇതിൽ നിന്ന് തന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ കോരി നമ്മുടെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചി കൂടി എക്സ്ട്രാ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് അരച്ച് വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. 2 വട്ടം ഈ റെസിപ്പി ഉണ്ടാക്കി കഴിയുമ്പോൾ കറക്റ്റ് അളവ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും നിങ്ങൾ പെട്ടെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, മറന്നു പോകുന്നതിന് മുന്നേ തന്നെ. കാരണം ഇത് എന്തായാലും ഉപകാരപ്രദമായിരിക്കും. പെട്ടെന്ന് കറിയില്ലാത്ത സമയത്തൊക്കെ ഉണ്ടാക്കി ഉപയോഗിക്കാം. നല്ല പുളിയും എരിവും അതുപോലെ നല്ല സ്വാദും ഇഞ്ചിയുടെ സ്വാദും ഒക്കെയുള്ള അടിപൊളി കറിയാണ്. വയറിനും ഒത്തിരി നല്ലതാണ്. ഇത് തന്നെ നമുക്ക് തേങ്ങ അരച്ചും ഉണ്ടാക്കാം. ആ റെസിപ്പി എന്തായാലും തീർച്ചയായിട്ടും ഇടുന്നതാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.